തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് സ്വന്തമായൊരു സിംഹാസനം നേടിയെടുത്ത അഭിനേത്രിയാണ് നയൻതാര. മലയാള സിനിമയിൽ നിന്ന് തുടങ്ങി തമിഴ്, തെലുങ്ക് ഭാഷകളിൽ ലേഡി സൂപ്പർ സ്റ്റാർ പദവിയിലെത്തിയ ഈ താരം അഭിനയ ജീവിതത്തിലും വ്യക്തിജീവിതത്തിലും നിരവധി വെല്ലുവിളികളെ അതിജീവിച്ചാണ് മുന്നേറിയത്. യഥാർത്ഥ പേര് ഡയാന മറിയം കുര്യൻ. ജനനം 1984 നവംബർ 18 ബാംഗ്ലൂരിൽ. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയാണ് സ്വദേശം. വിദ്യാഭ്യാസം തിരുവല്ലയിലെ ബാലികാമഠം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, മാർത്തോമ കോളേജ് എന്നിവിടങ്ങളിൽ പഠനം. അരങ്ങേറ്റം 2003 സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത മനസ്സിനക്കരെ എന്ന മലയാള ചിത്രത്തിലൂടെ ചലച്ചിത്ര ലോകത്തേക്ക് കടന്നുവന്നു. ജയറാമായിരുന്നു ചിത്രത്തിലെ നായകൻ. മലയാളത്തിൽ വിസ്മയത്തുമ്പത്ത്, നാട്ടുരാജാവ്, തസ്കരവീരൻ, രാപ്പകൽ തുടങ്ങിയ ചിത്രങ്ങളിൽ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും നായികയായി തിളങ്ങി. തമിഴിലേക്കും തെലുങ്കിലേക്കും 2005 അയ്യ എന്ന തമിഴ് ചിത്രത്തിലൂടെയും ലക്ഷ്മി എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയും അന്യഭാഷാ സിനിമയിൽ അരങ്ങേറി. രജനികാന്തിനൊപ്പമുള്ള ചന്ദ്രമുഖി 2005 കരിയറിൽ ഒരു വലിയ വഴിത്തിരിവായി. പിന്നീട് ഗജിനി, ബില്ല, യാരടി നീ മോഹിനി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ തെന്നിന്ത്യയിലെ മുൻനിര നായികയായി. നായകനില്ലാതെ കേന്ദ്രകഥാപാത്രമായി അഭിനയിച്ച മായ, ഡോറ, അറം, കോലമാവു കോകില, ഇമൈക്ക നൊടികൾ തുടങ്ങിയ ചിത്രങ്ങളുടെ വിജയം നയൻതാരയ്ക്ക് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം നേടിക്കൊടുത്തു. പുരുഷാധിപത്യമുള്ള സിനിമാ ലോകത്ത് തന്റേതായ സ്ഥാനം ഉറപ്പിക്കാൻ താരത്തിന് സാധിച്ചു. സംവിധായകൻ വിഘ്നേശ് ശിവനുമായി 2022 ജൂൺ 9 വിവാഹിതയായി. വാടക ഗർഭധാരണത്തിലൂടെ ഇവർക്ക് ഉയിർ, ഉലകം എന്നു പേരുള്ള 2 ഇരട്ട ആൺകുട്ടികളുണ്ട്. കരിയറിന്റെ പല ഘട്ടങ്ങളിലും വ്യക്തിപരമായ ബന്ധങ്ങളുടെ പേരിലും മറ്റു പ്രശ്നങ്ങളുടെ പേരിലും നയൻതാര വാർത്തകളിലും വിവാദങ്ങളിലും ഇടം നേടിയിട്ടുണ്ട്. എന്നാൽ അവയെല്ലാം മറികടന്ന് മുന്നോട്ടു പോകാൻ താരത്തിന് കഴിഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളാണ് നയൻതാര. തമിഴ്, തെലുങ്ക് സിനിമകളിൽ ശക്തമായ കഥാപാത്രങ്ങളിലൂടെയും ഗ്ലാമർ വേഷങ്ങളിലൂടെയും പ്രേക്ഷകരെ ആകർഷിച്ച താരം ഹിന്ദി സിനിമയിലും പ്രവേശിച്ച് തന്റെ കരിയർ വ്യാപിപ്പിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.